സർ 101 ബന്ദികളാണ് ഇസ്രായേൽ വംശജരായ ആൾക്കാർ ഈ ഹമാസിൻ്റെ കയ്യിലുള്ളത്. അവരെ മുഴുവൻ വിട്ടു തന്നാൽ ഈ യാഹ്യ സിൻവാർ എന്ന് പറയുന്ന ഈ നേതാവിനെ ഹമാസ് തലവനെ രക്ഷപ്പെടാൻ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെവിടേക്കെങ്കിലും പലായനം ചെയ്യാൻ അനുവദിക്കാമെന്നാണ് പറയുന്നത്. ഇതിലെന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടോ? അങ്ങനെ അതായത് ഇങ്ങനെ ഒരു വാഗ്ദാനം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസിന്റെ മുമ്പിൽ വെച്ചു. പക്ഷേ ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വല്ല ദുഷ്ടരാക്കോ സൂത്രമോ ഒക്കെ ഉണ്ടോ എന്ന് ഹമാസ് സംശയിക്കുന്നുണ്ടോ എന്ന് കരുതണം. ഇസ്രയേലിൻ്റെ ഈ ഹോസ്റ്റേജ് ബന്ദികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിനിധി വെച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ പ്രതിനിധി ഗൽ ഹിർഷ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഈ വാഗ്ദാനം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ സേഫ് പാസേജ് കൊടുക്കാം. യാഹ്യ സിൻവർ ഹമാസ് തലവന് ഞങ്ങൾ രക്ഷപ്പെടാൻ അനുവദിക്കാം, ഗാസയിൽ നിന്ന് അങ്ങേർക്ക് പലായനം ചെയ്യാം. അതിന് പകരമായിട്ട് ഞങ്ങൾക്ക് ഈ 101 ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിട്ടു തന്നാൽ മതി, മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ വലിയ സുഖമുള്ള കാര്യമാണ്. കാരണം ഹമാസിന് ഇനി അവിടെ നിൽക്കക്കള്ളിയില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടുപോകും. വല്ല ഖത്തറിലേക്കോ മറ്റോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ആ ഇസ്മയിൽ ഹാനിയൊക്കെ പോലെ തൽക്കാലം വിളിച്ച് താമസിക്കാനൊക്കെ വലിയ പഞ്ചനക്ഷത്ര സൗകര്യത്തിലൊക്കെ താമസിക്കാം എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തിന് പലായനം ചെയ്യാൻ അനുവദിക്കാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാം, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും അദ്ദേഹം പറയുന്ന വേണ്ടപ്പെട്ടവർക്കും ഞങ്ങൾ രക്ഷപ്പെടാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു പക്ഷേ ഇതിന് ഉപാധിയുണ്ട്. ഹമാസ് ഗാസയിൽ നിന്ന് മൊത്തത്തിൽ വിട്ടുപോകണം, അതാണ് കണ്ടീഷൻ. ഹമാസിന് പിന്നെ ആ ഏഴയിലത്ത് കണ്ടുപോകരുത്. ബന്ദികളെ ഞങ്ങൾക്ക് വേണം. ഹമാസിൻ്റെ ആ സൈനികർ ഭടന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ മുഴുവൻ അവിടെ നിന്ന് പോകണം. തീവ്രവാദം ഇതോടുകൂടി നിർത്തണം. ഗാസയിൽ പുതിയ ഭരണ സംവിധാനം വരുന്നതിന് സമ്മതിക്കണം. ഇത്രയും ഉപാധികൾ കൂടിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മധ്യസ്ഥർ വഴി ഹമാസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ ചാകാൻ പോകുന്നതിന് പകരം രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് ഹമാസിന് തോന്നുന്നൊരു ഘട്ടമാണ്. നിന്നാലും ചാവേറ് പോലെ എവിടെയാണോ പോയി ഇപ്പോൾ പർദ്ദയൊക്കെ ഇട്ടാണ് യാഹ്യ സിൻവർ നടക്കുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനൊക്കെ പകരം എവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ജീവിക്കാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ സുരക്ഷയ്ക്ക് ഇത് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഗൽ ഹിർഷ് പറയാണ് ഇത് എല്ലാ കാലത്തേക്കുമുള്ളൊരു സ്ഥിരം സുരക്ഷ ഓഫറല്ല, എല്ലാ കാലത്തേക്കും ഇതില്ല, താൽക്കാലികമാണ് ഞങ്ങളുടെ ഈ ഓഫർ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ സുരക്ഷിതമായിട്ട് പലായനം ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ മ്യൂണിക് ടൈപ്പ് ഓപ്പറേഷൻ നടത്തും എന്ന് പറഞ്ഞു. മ്യൂണിക് ടൈപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1972 മ്യൂണിക്കിലായിരുന്നു ഒളിമ്പിക്സ്. ഈ പലസ്തീൻ തീവ്രവാദികൾ അവിടെ 11 അത്ലറ്റുകളെ അവിടെ ബന്ദികളാക്കി വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്തു. അത് മറ്റേ കമാൻഡോസിനെ ഇറക്കി അവിടെ ഇസ്രയേൽ. എന്നിട്ട് ആ 11 അത്ലറ്റുകളെ അവിടെ കൊന്നല്ലോ. അതിന് പകരമായിട്ട് ആ കൊന്ന ആളുകളുണ്ടല്ലോ അവരെ ഇങ്ങനെ പിന്തുടർന്ന് ഓരോരുത്തരെയും കൊന്നുകളഞ്ഞു ഇസ്രയേൽ. ആ കൊലപാതകത്തിൽ പിന്നെ പ്രവർത്തിച്ച ഓരോരുത്തരെയും അങ്ങനെയാണ് ഇസ്രയേൽ ചെയ്യുന്നത്. അല്ലാതെ മറ്റേ ആൾ അങ്ങനെ നിൽക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആ പണി ഞങ്ങളെടുക്കും എന്നുകൂടി ഇപ്പോൾ ഭീഷണിയും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ചർച്ചകൾ പൊതുവെ ഡിമ്മാണ്. ചർച്ചകളൊക്കെ പരിശീലനമായിട്ട് നിൽക്കുകയാണ്, വലിയ മുമ്പോട്ടൊന്നും പോകുന്നില്ല. എന്നിട്ട് ഈ ഹിർഷ് പറഞ്ഞു ഞങ്ങൾക്ക് പ്ലാൻ എ നിങ്ങളോടിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇനി ഞങ്ങളുടെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ആ ഘടികാരം ഈ ചലക്കുന്നുണ്ട്, ഘടികാരം ടിക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോവുകയല്ല, കേൾക്കുന്നുണ്ട്.
ബന്ദികൾക്ക് അധികം സമയവും ഇല്ല. അപ്പോൾ ഒരു ഭീഷണി ഉണ്ട് അതിൻ്റെ അകത്ത്, ഞങ്ങൾ മോചിപ്പിക്കും, എങ്ങനെയെങ്കിലും ഞങ്ങളൊരു ഓപ്പറേഷൻ നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് ഒടുവിൽ ഈ റഫ ടണൽ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഇപ്പൊ 6 ബന്ദികളെ നിരത്തി തലയ്ക്ക് പിന്നിൽ വെടിവെച്ച് കൊന്നിരുന്നു. സൈന്യം ചെല്ലുമ്പോൾ മൃതദേഹങ്ങളാണ് കാണുന്നത്. അപ്പോൾ അത് നെതന്യാഹുവിന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടെ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് 5 ലക്ഷം പേരൊക്കെ പ്രക്ഷോഭം നടത്തുന്ന വിധത്തിലേക്കൊക്കെ വീടിൻ്റെ മുമ്പിൽ, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മുമ്പിൽ ഒക്കെ പ്രക്ഷോഭം ജനങ്ങൾ നടത്തുന്ന വിധത്തിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. ക്യാബിനറ്റിൻ്റെ അകത്ത് യോവ് ഗാലന്റ് എന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇദ്ദേഹത്തിനെതിരെ, നെതന്യാഹുവിനെതിരെ തിരിഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായി വരികയാണ്. ഇത് നിങ്ങൾ വെറുതെ അവിടെ ചില ഇടനാഴികളുടെ കാര്യമൊക്കെ മറ്റേ ഗാസയിലെ ചില ഇടനാഴികളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബന്ദികളുടെ മോചനമാണ് വലുത് എന്ന് യോവ് ഗാലന്റ് പ്രതിരോധ മന്ത്രി പറയുകയൊക്കെ ഉണ്ടായി. മന്ത്രിമാർ തമ്മിൽ തന്നെ ഭിന്നതയിൽ വന്നു. അപ്പോൾ ഹമാസ് കീഴടങ്ങലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ഹമാസ് കീഴടങ്ങുക, അപ്പോൾ അതിനുള്ള പണിയാണ്. അപ്പോൾ സിൻവർ വിചാരിക്കുന്നത്, ഹമാസ് വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഹമാസിൻ്റെ തലവൻ യാഹ്യ സിൻവർ ഏറ്റവും സുരക്ഷിതനായിട്ടിരിക്കുന്നത് ഗാസയിൽ തന്നെയാണ്. കാരണം ഗാസയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. പല നേതാക്കളും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹവും അഭയാർത്ഥി ക്യാമ്പിലാണ്. കുറേ കാലം ഇസ്രായേൽ ജയിലിലൊക്കെ ആയിരുന്നു, പിന്നെ മോചിപ്പിച്ചതാണ്. അപ്പോൾ ഇറാനിലേക്കോ ലെബനനിലേക്കോ പോവാം അദ്ദേഹത്തിന് സേഫായിട്ട്. ഖത്തർ എടുക്കും എന്നൊന്നും പറയാൻ വയ്യ. പക്ഷേ ഇറാനിലോ ലെബനനിലോ ആണ് പോയെന്നിരിക്കട്ടെ യാഹ്യ സിൻവർ, എപ്പോൾ ഇസ്രായേൽ തീർത്തു എന്ന് നോക്കിയാൽ മതി. കാരണം ഇറാനിൽ മറ്റേ ഇയാളെ തീർത്താണല്ലോ ഹമാസിന്റെ തലവനെ. ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ ആരോഹണ ചടങ്ങിന് പോയി, പെസസ്കിയാന്റെ അവരോഹണ ചടങ്ങിന് പോയപ്പോൾ തീർത്തതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ സേഫ് പാസേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ പലായനം നിങ്ങൾക്ക് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ എന്തു വലിയ കാരുണ്യം വെച്ച് നീട്ടുകയാണെന്നാണ് തോന്നുക. സാർ, ഇസ്രായേൽ ഒന്നും കാണാതെ ചെയ്യൂ. കാരണം അവരുടെ നാട്ടിലെ 101 ബന്ദികൾ ഈ പലസ്തീൻകാരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഹമാസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിൽ തന്നെ ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെ ഇസ്രായേൽ ഒരിടത്തേക്ക് ഇടിച്ച് കയറുമ്പോൾ ആ ടണലിനുള്ളിൽ കാണുന്ന 6 മൃതദേഹങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ 101 പേരിൽ ഇപ്പോഴും എത്ര പേര് ജീവനോടുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഹമാസിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ 101 പേരെയും ഒന്നും ചെയ്യുമെന്ന് കരുതാൻ വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിനിർത്തൽ എന്നുള്ള ആവശ്യം അവർക്കും ഉണ്ടല്ലോ, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യാന്തര രോഷം, ക്ഷോഭം, കുറേ സ്ഥലത്ത് ഇപ്പോൾ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ടല്ലോ. കേരളത്തിൽ ഒക്കെ ഇല്ലേ, CPM-ന്റെ ഏരിയ കമ്മിറ്റികളും ഒക്കെ ഉണ്ടല്ലോ. ലോകത്ത് പല സ്ഥലത്തും നടന്നതിനേക്കാൾ ഹമാസ് അനുകൂല പ്രക്ഷോഭങ്ങൾ ഇവിടെ നടന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ചു, ഒരു വോട്ടും കിട്ടിയില്ല, വെറുതെ ആയിപ്പോയി. അതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്തു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേരെ ഇവിടുന്ന് ഹമാസ് ഈ ഗാസയിൽ നിന്ന് പുറത്ത് കടത്തിയിട്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് ടാർഗറ്റ് ചെയ്യാനും കൊല്ലാനുമുള്ള പദ്ധതിയായിട്ട് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം മൊസാദിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ വളരെ കൃത്യതയോടുകൂടി അവർ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഈ ഹമാസിനെ എന്തായാലും തുടച്ചു നീക്കാതെ ഞങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്ന ഒരു നിലപാട് ഇസ്രായേൽ എടുത്തു. ഒപ്പം ഇസ്രായേലിലെ ജനങ്ങൾ ഈ ബന്ദികളുടെ കാര്യത്തിൽ അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കി. സ്വാഭാവികമായും ബെഞ്ചമിൻ നെതന്യാഹു ഒരു സമ്മർദ്ദത്തിലാവില്ലേ? അപ്പം അവരുടെ മുമ്പിൽ തൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹമാസിനെ തീർത്ത് ഞാൻ ആ സംഭവമേ ഫിനിഷ് ചെയ്തു, അങ്ങനൊരു നീക്കത്തിലേക്ക് അദ്ദേഹം കടന്നുകൂടാന്നുണ്ടോ? അല്ല, ഇപ്പോൾ സേഫ് പാസേജ് എന്ന് പറഞ്ഞിട്ട് ഇത് സ്വീകരിച്ചിട്ട് ലെബനനിലേക്കോ ഇറാനിലേക്കോ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒട്ടും സുരക്ഷിതനല്ല. അങ്ങനെയാണെങ്കിൽ ഗാസയിൽ സുരക്ഷിതനാണോ? എപ്പോഴാണ് ബോംബ് തലയുടെ മുകളിൽ പൊട്ടുകയെന്ന് ഒരു പിടിപാടുമില്ല. ഇങ്ങേര് ചില സമയത്ത് മനഃപൂർവ്വമായിരിക്കും, ചില സമയത്തൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ LTT പ്രഭാകരനില്ലേ, തമിഴ് പുലി, അയാൾ പലതവണ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിലന്ന് പെട്ടതാണ്. എന്നോട് സേനയിൽ ഉണ്ടായിരുന്ന, അന്നത്തെ ഇന്ത്യൻ സമാധാന സേനയിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ LTT പ്രഭാകരനെ ഇന്ത്യൻ സമാധാന സേനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും പിടിക്കാമായിരുന്നു. പലതവണ നമ്മുടെ സേനയുടെ കയ്യിൽ വന്നതാണ്.
അന്ന് ആ സേനയിൽ അംഗമായിരുന്ന ഒരു കോട്ടയം സ്വദേശി ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത അക്കാലത്ത് മനോരമയിൽ റിപ്പോർട്ടും ചെയ്തിരുന്നതാണ്. പ്രഭാകരനെ നമ്മൾ പിടികൂടിയിരുന്നതായിരുന്നു. പക്ഷെ പിന്നെ വിട്ടുകളയാണ്, പിടിച്ചിട്ട് വിട്ടുകൊടുത്തത് വിട്ടുകളയാണ്. അത് രാജ്യാന്തര സമ്മർദ്ദം, നയതന്ത്രം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഹമാസ് അവിടെ ഇങ്ങനെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഒട്ടും ഗാസയിലും സുരക്ഷിതനല്ല, ഹമാസിൻ്റെ ആരും സുരക്ഷിതരല്ല, യാഹ്യ സിൻവർ ഒട്ടും സുരക്ഷിതനല്ല. യാഹ്യ സിൻവറിൻ്റെ പിന്നാലെ ഇസ്രയേലും മൊസാദും മാത്രമല്ല CIA ഉണ്ട്. ഒരു സംയുക്ത ഓപ്പറേഷൻ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്, ഈ ഒലിവ് വെള്ളിപ്പാത്രത്തിൽ കൊണ്ട് സമാധാനം നീട്ടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇസ്രയേലിൻ്റെ ഏറ്റവും പുതിയ തന്ത്രങ്ങളിലൊന്നായിട്ടാണ് ഇത്. അപ്പോൾ ഈ സമാധാന ക്ഷണത്തിൽ ഹമാസ് വീഴുമോ എന്ന് നോക്കാം, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.